ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഏതൊരു പ്ലാന്റ് കിട്ടിയാലും അതിനെ എങ്ങനെയാണ് കെയർ ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഏതൊരു പ്ലാന്റാണ്, ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഏത് പ്ലാന്റ് ആണെങ്കിലും അതിന് പറ്റിയ പോട്ടിംഗ് മിക്സ് എങ്ങനെ ഉണ്ടാക്കുക, അതിൻ്റെ പോട്ട് സെലക്ഷൻ എങ്ങനെ, അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇപ്പോൾ നിങ്ങൾക്കൊരു കട്ടിങ് അല്ലെങ്കിൽ ഗ്രോ ബാഗിൽ വളരുന്ന ചെടിയാണ് കിട്ടിയതെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ അതിന് കറക്റ്റ് ആയിട്ടുള്ള സൈസിലുള്ള ഒരു പോട്ട് എടുക്കണം. കട്ടിങ് ആണെങ്കിൽ അതിന് വേരുണ്ടാവില്ല, കവറിലുള്ളത് ചെടിയാണെങ്കിൽ അതിന് കുറച്ച് വേരൊക്കെ വന്നിട്ടുണ്ടാവും. അപ്പോൾ എപ്പോഴും ചെടി നടുമ്പോൾ ചെടിയുടെ സൈസിന് അനുസരിച്ച് പോട്ട് സെലക്ട് ചെയ്യണം. പോട്ടിന് നല്ല ഡ്രെയിനേജ് ഹോൾ ഉണ്ടായിരിക്കണം. കട്ടിങ് ആണെന്നുണ്ടെങ്കിൽ വേരുണ്ടാവില്ല എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ ഒരുപാട് വലിയൊരു പോട്ടിലാണ് നടുന്നതെന്നുണ്ടെങ്കിൽ കൂടുതൽ മണ്ണുണ്ടാവും അതിൽ. അപ്പോൾ കൂടുതൽ മോയ്സ്ചർ അതിന് ഹോൾഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ചെടിയുടെ ഗ്രോത്തിനെ അത് എഫക്റ്റ് ചെയ്യും. അപ്പോൾ ചെറിയ പോട്ടാണെന്നുണ്ടെങ്കിൽ കുറച്ച് മണ്ണിൽ കുറച്ച് വെള്ളം, വേണ്ടത്ര മോയ്സ്ചർ അത് ഹോൾഡ് ചെയ്തിട്ട് അങ്ങനെ ചെടി പെട്ടെന്ന് വേര് വരാനും ചെടി ഹെൽത്തി ആവാനും പറ്റും. അപ്പോൾ അതാണ് അത് ശ്രദ്ധിക്കേണ്ടത്. നല്ല ഡ്രെയിനേജ് ഹോളുള്ള ചെറിയ പോട്ട് സെലക്ട് ചെയ്യാം. പിന്നെ നിങ്ങൾ എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ഒരു ചെടിയാണ് വാങ്ങുന്നതെങ്കിൽ അതിൻ്റെ പോട്ടിംഗ് മിക്സ് എങ്ങനെയാണെന്നുള്ളത് ശ്രദ്ധിക്കുക. അത് നല്ല പോട്ടിംഗ് മിക്സ് അല്ല, അങ്ങനെ ക്ലേ പോലെ പാറ പോലെ ഉറച്ചിരിക്കുന്ന മണ്ണാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മണ്ണ് നമ്മൾ മാറ്റി നല്ല മിക്സിലേക്ക് നടണം. അപ്പോൾ നമ്മൾ ഈ എടുത്ത പ്ലാന്റിൻ്റെ പോട്ടിൻ്റെ സൈസ് നോക്കുക, അതിൻ്റെ അടുത്ത സൈസ് പോട്ട് വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ. എന്നിട്ട് അങ്ങനെയുള്ള പോട്ടിലേക്ക് ചെടിയെ മാറ്റി നട്ട് കൊടുക്കണം. ചെടി മാറ്റി നട്ട് കൊടുത്താൽ എപ്പോഴും അതിനെ ഒരാഴ്ചയോളം ഷെയ്ഡിൽ വെക്കണം. ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്ത് വെക്കരുത്, നല്ല ഷെയ്ഡ് കിട്ടുന്ന സ്ഥലത്ത് വേണം വെക്കാൻ, അതിൻ്റെ ആ സ്ട്രെസ്സൊക്കെ മാറി കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നഴ്സറിയിൽ നിന്ന് നമ്മൾ ചെടി വാങ്ങിയാൽ ഒരിക്കലും അത് വാങ്ങിയ അന്ന് തന്നെ മാറ്റി നടരുത്. ഒരാഴ്ച വീട്ടിൽ വെച്ചിട്ട് അതിൻ്റെ പിന്നെ നഴ്സറിയിലത്തെ അറ്റ്മോസ്ഫിയറും നമ്മുടെ ഇവിടുത്തെ വീട്ടിലത്തെ എൻവയോൺമെൻറ്റും രണ്ടായിരിക്കും. അപ്പോൾ അതിനൊന്ന് അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സമയം കൊടുക്കണം. അതിന് ശേഷം മതി ഇത് റീപോട്ട് ചെയ്യുകയോ റീപ്ലാന്റ് ചെയ്യുകയൊക്കെ ചെയ്യൽ. ഇനി രണ്ടാമത്തേത് നമ്മൾ ഉപയോഗിക്കുന്ന പോട്ടിംഗ് മിക്സാണ്. ആ പോട്ടിംഗ് സോയിൽ ഉണ്ടല്ലോ, അത് നല്ല ക്വാളിറ്റി ഉള്ളതാവണം. അത് നല്ല ക്വാളിറ്റി ഉള്ളത് ഉണ്ടാക്കാൻ നല്ല ബുദ്ധിമുട്ടൊന്നുമില്ല. അതിന് 2-3 സാധനങ്ങളെ വേണ്ടൂ. ഞാനതിന് ഉപയോഗിക്കാറുള്ളത് നല്ല ചാണകപ്പൊടി ഉപയോഗിക്കും. നന്നായി പൊടിഞ്ഞ ചാണകപ്പൊടി, നല്ലപോലെ ഉണങ്ങി പൊടിഞ്ഞ ചാണകപ്പൊടി. അതേപോലെ നമ്മുടെ ഗാർഡനിലത്തെ മുകളിലെ മണ്ണ്, ടോപ്പ് സോയിൽ ഉപയോഗിക്കും. അതേപോലെ കൊയർപിത്ത് കമ്പോസ്റ്റും. ഈ 3 എണ്ണം ഒരേ അളവിൽ യോജിപ്പിച്ചിട്ടാണ് ഞാൻ പോട്ടിംഗ് മിക്സ് ഉണ്ടാക്കാറ്. ഇത് ഒരുവിധം എല്ലാ ചെടികൾക്കും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ വേണ്ടത് നിങ്ങളുടെ ഗാർഡൻ സോയിൽ അതേപോലെ നല്ല ക്വാളിറ്റി ഉള്ളതല്ല, നല്ല അങ്ങനെ കട്ട പിടിക്കേണ്ടതാണ്, പെട്ടെന്ന് വെള്ളം ഒരുപാട് ഹോൾഡ് ചെയ്ത് ക്ലേ കൂടുതലുള്ളതാണെങ്കിൽ അല്ലെങ്കിൽ പൊടിമണ്ണ് കൂടുതലുള്ളതാണെങ്കിൽ അതിൽ കുറച്ച് മണൽ ചേർക്കുന്നത് നന്നായിരിക്കും. അല്ലെങ്കിൽ വെള്ളം അതിൽ കൂടുതൽ ഹോൾഡ് ചെയ്യും. അപ്പോൾ വെള്ളം നല്ലപോലെ വാർന്നു പോവില്ല. അപ്പോൾ അത് ചെടിക്ക് നന്നല്ല. അപ്പം ഞാൻ ഉപയോഗിക്കാറുള്ളത് ഈ ടോപ്പ് ഗാർഡൻ സോയിലും അതേപോലെ കൊയർപിത്ത് കമ്പോസ്റ്റും ചാണകപ്പൊടിയും ഒരേ അളവിൽ മിക്സ് ചെയ്തിട്ടാണ്. ഇത് ഒരുവിധം എല്ലാ ചെടികളും നന്നായി ഇതിൽ വളരും. ഇനി മൂന്നാമത് ശ്രദ്ധിക്കേണ്ടത് ചെടികളെ നനയ്ക്കേണ്ട കാര്യമാണ്. അപ്പോൾ അതിൻ്റെ സോയിൽ മോയ്സ്ചർ കറക്റ്റായിട്ട് കിട്ടണം. അപ്പോൾ നമ്മൾ നല്ലൊരു പോട്ടിംഗ് മിക്സിൽ നട്ടിട്ടുണ്ട്, അതിന് ഷെയ്ഡിൽ വയ്ക്കാം. എന്നിട്ട് നമുക്കതിൻ്റെ നനവ് ചെക്ക് ചെയ്തിട്ട് വേണം നനയ്ക്കാൻ. ഇപ്പോൾ ചെടി നനയ്ക്കുമ്പോൾ നമ്മൾ വേര് പിടിക്കാത്ത അല്ലെങ്കിൽ ചെറിയൊരു ചെടിയാണെന്നുണ്ടെങ്കിൽ ചെറിയ പോട്ടിലല്ലേ നട്ടിട്ടുള്ളത്. അപ്പോൾ നമ്മളത് നനച്ചു കൊടുക്കുമ്പോൾ കുറച്ച് വെള്ളമാണ് അത് ഹോൾഡ് ചെയ്യുള്ളൂ. അപ്പോൾ കാറ്റിനും വെളിച്ചത്തിനും ഒക്കെ അനുസരിച്ച് അതിൻ്റെ മോയ്സ്ചർ കുറഞ്ഞു എന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടി വരും. എപ്പോഴും നനയ്ക്കാൻ നല്ലത് രാവിലെയാണ്. നല്ല വെയിലും ഇതൊക്കെ ചൂടൊക്കെ വരുമ്പോഴേക്ക് ചെടികൾ വെള്ളമൊക്കെ അബ്സോർബ് ചെയ്തിട്ട് നല്ല ആരോഗ്യത്തോടെ നിന്നോളുന്നാൽ രാവിലെ ചെടികളെ നനച്ചു കൊടുക്കുക. നനയ്ക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം വളരെ ചൂടുള്ളതോ അല്ലെങ്കിൽ പൈപ്പിലൊക്കെ ചിലപ്പോൾ ചൂടായിട്ടുള്ള വെള്ളം ഉണ്ടാവും, അങ്ങനത്തെ ചൂടുള്ള വെള്ളം ഉപയോഗിക്കാതിരിക്കുക. അതേപോലെ നല്ല തണുത്ത വെള്ളം ഉപയോഗിക്കാതിരിക്കുക. നോർമൽ വാട്ടർ ഉപയോഗിച്ചിട്ട് ചെടി നന്നായി നനച്ചു കൊടുക്കുക. ചില ചെടികളെ നമുക്ക് എന്നും നനയ്ക്കേണ്ടി വരില്ല. അത് എങ്ങനെയാണ് അതിനെ കണ്ടുപിടിക്കുക എന്നുള്ളത് മണ്ണ് തൊട്ട് നോക്കുക. അതേപോലെ കൂടുതൽ ഇലകളുണ്ട് ചെടിക്ക് എന്നുണ്ടെങ്കിൽ കൂടുതൽ വെള്ളം വേണ്ടി വരും. ചട്ടി ചെറുതാണെന്നുണ്ടെങ്കിലും കൂടുതൽ ഫ്രീക്വൻ്റ് ആയിട്ട് നമുക്ക് നനയ്ക്കേണ്ടി വരും. വളരെ കുറച്ച് ഇലകളേ ഉള്ളൂ. അതേപോലെ വേര് പിടിക്കാത്ത ചെടിയാണ് നമ്മൾ നട്ടിട്ടുള്ളതുണ്ടെങ്കിൽ വെള്ളം അത്ര പെട്ടെന്ന് ആവിയായിട്ട് പോയിട്ടുണ്ടാവില്ല, വേപ്പറായി പോയിട്ടുണ്ടാവില്ല. അപ്പോൾ വെള്ളം കൂടുതൽ മണ്ണിൽ നനവുണ്ടാവും. അപ്പോൾ ആ മണ്ണിൻ്റെ നനവ് നോക്കിയിട്ട് മാത്രം ചെടി നനച്ചു കൊടുക്കുക.
നാലാമത് ശ്രദ്ധിക്കേണ്ട കാര്യം ചെടികളെ റെഗുലറായി ഫെർട്ടിലൈസ് ചെയ്യേണ്ടതാണ്. ചെടികളെ നമുക്ക് 2-3 വിധത്തിൽ ഫെർട്ടിലൈസ് ചെയ്യാം. ഓർഗാനിക് ആയിട്ടുള്ള ഫെർട്ടിലൈസേഴ്സ് ഉപയോഗിച്ച് ചെയ്യാം. അതേമാതിരി ഇനോർഗാനിക് അല്ലെങ്കിൽ കെമിക്കലായിട്ടുള്ള ഫെർട്ടിലൈസേഴ്സ് ഉപയോഗിച്ചിട്ടും ചെയ്യാം. അപ്പോൾ നമ്മളൊരു ചെടി നട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിനെ ഫെർട്ടിലൈസ് ചെയ്യരുത്. നമ്മൾ നല്ലൊരു പോട്ടിംഗ് മിക്സിലാണല്ലോ അത് നട്ടിട്ടുള്ളത്. ഒരു 30 to 45 ദിവസം കഴിഞ്ഞിട്ട് മതി ഫെർട്ടിലൈസ് ചെയ്യൽ. എന്നിട്ട് ഓർഗാനിക് ആയിട്ടുള്ള സാധനങ്ങൾ മാത്രം ഉപയോഗിച്ച് ഫെർട്ടിലൈസ് ചെയ്യുന്നവർക്ക് സീവീഡ് സൊല്യൂഷൻ ഉപയോഗിക്കാം. അത് 1 ലിറ്റർ വെള്ളത്തിൽ ഒരു 5 ml എടുത്തിട്ട് ഒഴിച്ചു കൊടുക്കണം. ചട്ടിയിൽ വളരുന്ന ചെടികൾക്ക് നമ്മൾ റെഗുലറായി ഫെർട്ടിലൈസ് ചെയ്തിട്ടില്ലെങ്കിൽ അതിൻ്റെ ഭംഗി കുറഞ്ഞു വരും. പിന്നെ വേണ്ടത്, അല്ലെങ്കിൽ കെമിക്കൽസ് ഉപയോഗിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കെമിക്കൽസ് ഉപയോഗിക്കാം. കെമിക്കൽസ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അത് വളരെ കുറച്ച് ക്വാണ്ടിറ്റിയാണ് ഉപയോഗിക്കാൻ പാടുള്ളൂ. ഈ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് എല്ലാം ന്യൂട്രിയൻ സ്പെസിഫിക് ആണ്. അതിൽ ന്യൂട്രിയൻസ് മാത്രമാണുള്ളത്. അപ്പോൾ നമ്മൾ ഒരുപാട് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സോയിൽ ക്വാളിറ്റിയും കേടുവരും, അതേപോലെ ചെടിക്കും കേടാവും. അപ്പോൾ ഒരിക്കലും കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് മാത്രം ഉപയോഗിക്കരുത്, 2 കൂടെ ഉപയോഗിക്കുക. അല്ലെങ്കിൽ ഓർഗാനിക് ആയിട്ടുള്ളത് മാത്രം ഉപയോഗിക്കുക, ഇഷ്ടമുള്ളവർ അത് മാത്രം ഉപയോഗിക്കുക. അടുത്തത് പെസ്റ്റ് കൺട്രോളാണ്. പല വിധത്തിലുള്ള പെസ്റ്റും ചെടികളെ കേടുവരുത്തും. അപ്പോൾ അങ്ങനെ വല്ല പെസ്റ്റും ചെടികളിലുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. അതൊക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള പ്രിവെൻറ്റീവ് മെഷർ എടുക്കുക. അപ്പോൾ ഈ ചെടിയിൽ നോക്കൂ, മീലി ബഗ് വന്നിട്ടുണ്ട്. ഇതിനെ നമ്മൾ കളഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ചെടി പെട്ടെന്ന് തന്നെ നാശമായി പോകും. ഇപ്പോൾ കണ്ടോ, ഒരു ബ്രാഞ്ചിലുണ്ടായിരുന്നു, ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇതിൽ ഒന്നും ചെയ്തിട്ടില്ല, പെസ്റ്റിസൈഡ് ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല. അത് നോക്കൂ, ഈ ഇതിലൊക്കെ വന്നിട്ടുണ്ട്, അടുത്ത ബ്രാഞ്ചിലേക്ക് എത്തിയിട്ടുണ്ട്. ഇത് ഉറുമ്പുകളാണ് സാധാരണ ഒരു ബ്രാഞ്ചിൽ നിന്ന് അടുത്ത ബ്രാഞ്ചിലേക്ക് കൊണ്ടുപോകുക. ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ മാറ്റാൻ പറ്റും. അതായത് നമ്മുടെ ലിക്വിഡ് സോപ്പ് ഉണ്ടല്ലോ, അത് വിമ്മോ ഏതെങ്കിലും എടുത്തിട്ട് അതൊന്ന് ഡയല്യൂട്ട് ചെയ്തിട്ട് ഒരു ബ്രഷിലാക്കി അതുകൊണ്ടൊന്ന് തുടച്ചു കൊടുത്താൽ മതി. ഇത് വേഗം പോയിക്കോളും. അല്ലെങ്കിൽ സ്പ്രേ ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ ഞാനത് ബ്രഷ് എടുത്തിട്ട് അതിൻ്റെ ബ്രഷ് കൊണ്ട് ഇങ്ങനെ റബ്ബ് ചെയ്തിട്ട് അതിനെ കളയാണ് ചെയ്യാറ്. അപ്പോൾ അത് ക്ലിയർ ആയിക്കോളും. അങ്ങനെ എന്തെങ്കിലും പെസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ പെസ്റ്റിസൈഡ് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും കാണിച്ച് അതിനെ ക്ലിയർ ചെയ്യണം. ഇല്ലെങ്കിൽ ചെടി നാശമായി പോകും. ഇനി ശ്രദ്ധിക്കാനുള്ളത്, ഈ ചെടികളുടെ ഇലകളൊക്കെ ക്ലീൻ ആയിട്ടിരിക്കാനുള്ളതാണ്. ഇടയ്ക്ക് നമ്മളതിൻ്റെ ലീഫെല്ലാം ക്ലീൻ ചെയ്ത് കൊടുക്കണം, തുടച്ചു കൊടുക്കണം. അല്ലാതെ പൊടിയൊക്കെ പിടിച്ചിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, ചെടികളുടെ ലീഫിൽ കൂടെയുള്ള സ്റ്റൊമാറ്റയിൽ കൂടെയാണ് ഈ ഗ്യാസസൊക്കെ, കാർബൺ ഡൈ ഓക്സൈഡും ഓക്സിജനൊക്കെ ചെടികൾ ഉപയോഗിക്കുന്നത്. ബ്രീത്ത് ചെയ്യാൻ ഓക്സിജൻ വേണം, അതേപോലെ ഫുഡ് ഉണ്ടാക്കാൻ കാർബൺ ഡൈ ഓക്സൈഡും വേണം. ഈ എക്സ്ചേഞ്ച് നടക്കുന്നത് ഈ ലീഫിലെ സ്റ്റൊമാറ്റയിൽ കൂടെയാണ്. അപ്പോൾ അതിലൊക്കെ ഒരുപാട് പൊടി പിടിച്ചിട്ട് ആ ഹോൾസൊക്കെ അടയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കതൊന്ന് ഇടയ്ക്ക് ക്ലീൻ ചെയ്ത് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചെടികളൊക്കെ ഹെൽത്തി ആയിട്ടിരിക്കും. ഞാൻ ഇപ്പോൾ റീസെൻ്റായി നട്ടിട്ടുള്ള 2-3 ചെടികളെ നിങ്ങൾക്ക് കാണിക്കാം. നിങ്ങൾക്ക് ഇതിൻ്റെ പേരറിയുമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഞാനത് ഇമേജ് സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ പേരുകൾ ഞാൻ പറയാം. അതുതന്നെയാണെന്ന് വിചാരിക്കുന്നു. ഇതാണ് സിഫിഡിയം പ്ലാന്റ്. ഇത് നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റാണ്. ഇതിൻ്റെ മുകളിൽ നല്ല വെള്ള ഫ്ലവേഴ്സ് വരും, ഒരു കൊലയായിട്ട് ഫ്ലവേഴ്സ് വരും. ഇതിനെ കണ്ടോ, നല്ല ചെറിയ പോട്ടിലാണ് നട്ടിട്ടുള്ളത്. ഇതിപ്പോൾ ഒരു 4 മാസമായി. ഈ 3 പ്ലാന്റിനെ നട്ടിട്ട് 4 മാസത്തോളമായി. ഇതിൻ്റെ അടിയിൽ കൂടെ നമ്മളിതിൽ ഡ്രെയിനേജ് ഹോൾ കൂടെ റൂട്ട് പുറത്ത് വരുമ്പോൾ, അല്ലെങ്കിൽ 1 ഇയർ ആകുമ്പോഴാണ് നമ്മളിതിനെ റീപോർട്ട് ചെയ്യുക. അടുത്ത ചെടിയുടെ പേര് കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണെങ്കിലും ചെടി കാണാൻ നല്ല ഭംഗിയാണ്. ഇതിൻ്റെ പേരാണ് ഷിമാറ്റോഗ്ലോട്ടിസ്. ഇതിൻ്റെ ലീഫ് നോക്കൂ, ഒരു പാറ്റേൺ ഉണ്ടല്ലോ, അത് കാണാൻ നല്ല ഭംഗിയാണ്. ഞാനിത് സിങ്കോണിയാണെന്നാണ് വിചാരിച്ചിരുന്നത്. പിന്നെ ഇമേജ് സെർച്ച് ചെയ്തപ്പോഴാണ് മനസ്സിലായത് ഇത് സിങ്കോണി അല്ലാന്ന്. ഇത് ചട്ടി നിറഞ്ഞ് നല്ല ബുഷിയായിട്ട് വരുമ്പോൾ ഇത് കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ സിങ്കോണിയത്തിൻ്റെ ഒരു വെറൈറ്റിയാണ് ഇത് കണ്ടോ, നല്ല നിയോൺ കളറുള്ള ലീഫായിട്ടുള്ള സിങ്കോണിയം. ഇതും ചട്ടി നിറഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. ഇതിനൊക്കെ നമ്മൾ ചെറിയ ചട്ടിയിലല്ലേ ഇരിക്കുന്നത്, അപ്പോൾ ന്യൂട്രിയൻസൊക്കെ വേഗം ഉപയോഗിച്ച് തീരും. അപ്പോൾ നമ്മൾ റെഗുലറായി ഫെർട്ടിലൈസ് ചെയ്ത് കൊടുക്കണം. ഇതിനെ ഞാൻ ഫെർട്ടിലൈസ് ചെയ്യുന്നത് NPK വെച്ചിട്ടാണ്. ഒരു പിഞ്ച് NPK വെള്ളത്തിൽ അലിയിപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുക്കും. അത് നമുക്ക് മാസത്തിലൊരിക്കൽ ചെയ്യാം. പിന്നെ ഇടയ്ക്ക് നമുക്ക് ചാണകപ്പൊടിയോ കമ്പോസ്റ്റോ ഇട്ട് കൊടുക്കുകയും ചെയ്യാം. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ചെടികൾ നല്ല ഹെൽത്തി ആയിട്ടിരിക്കും. പിന്നെ റിപ്പീറ്റഡായി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ്റെ ഒരു ക്ലാരിഫിക്കേഷനും കൂടെ തരാം. ചെടികൾ പലതും വളർച്ചയില്ലാതെ വാങ്ങിയപ്പോഴത്തെ അതേ സ്റ്റേജിൽ തന്നെ നിൽക്കുകയാണ്. അതിനെന്താണ് ചെയ്യേണ്ടതെന്നാണ്. ഇപ്പോൾ ഈ CC പ്ലാന്റ് കണ്ടോ, ഇതിന് പുതിയ ലീഫേ വരുന്നില്ല. ഇത് ഇങ്ങനെ നിൽക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി. അപ്പോൾ നമ്മൾ വേണ്ടത് അതിനെ ഫെർട്ടിലൈസ് ചെയ്യാണ്. അപ്പോൾ അതിൻ്റെ പോട്ടിംഗ് മിക്സ് ഒന്നും നല്ലതാവില്ല. ചിലപ്പോൾ അതിൻ്റെ വേരൊക്കെ നാശമായിട്ടുണ്ടാവും. അങ്ങനെ ആകുമ്പോൾ നമ്മൾ പുതിയ മിക്സിലേക്ക് നട്ടാലാണ് അത് നല്ല ഹെൽത്തി ആയിട്ട് വരും.
അപ്പോൾ ആദ്യം അതിനെ നമ്മൾ റീപോട്ട് ചെയ്യും, നല്ല പോട്ടിംഗ് മിക്സിലേക്ക് റീപോട്ട് ചെയ്യും. എന്നിട്ട് ഒരു 30 ദിവസം അല്ലെങ്കിൽ 45 ദിവസം കഴിഞ്ഞിട്ട് അതിനെ ഫെർട്ടിലൈസ് ചെയ്യും. അപ്പോൾ പുതിയ ലീവ്സൊക്കെ വന്നിട്ട് അത് നല്ല ബുഷിയാവും. അപ്പോൾ നിങ്ങൾക്കൊരു ചെടി കിട്ടിയാൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് പെട്ടെന്ന് ഒന്നുകൂടെ പറയാം. ആദ്യം ശ്രദ്ധിക്കേണ്ടത് പോട്ട് സെലക്ഷൻ, നല്ല ഡ്രെയിനേജ് ഹോളുള്ള പോട്ട് സെലക്ട് ചെയ്യുക. രണ്ടാമത് നല്ല ക്വാളിറ്റി പോട്ടിംഗ് മിക്സ് ഉപയോഗിക്കുക. ഇനി നിങ്ങൾക്ക് പോട്ടിംഗ് മിക്സ് ഇങ്ങനത്തെ ഉണ്ടാക്കാൻ പറ്റില്ലെങ്കിൽ നല്ല ക്വാളിറ്റി പോട്ടിംഗ് മിക്സ് വാങ്ങിച്ച് അതിൽ നടുക. മൂന്നാമത്തത് അതിനെ നനയ്ക്കേണ്ടതാണ്, കറക്റ്റായിട്ട് റെഗുലറായിട്ട് നനയ്ക്കുക. എപ്പോഴും ഒരേ സമയത്ത് നനയ്ക്കാൻ പറ്റിയെങ്കിൽ അത് ചെടികൾക്ക് സ്ട്രെസ് ഉണ്ടാക്കില്ല. എന്നും രാവിലെ നനയ്ക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യാം. പിന്നത്തത് വേണ്ടത് പെസ്റ്റ് കൺട്രോളാണ്. റെഗുലറായി അത് പീരിയോഡിക്കായിട്ട് അത് ചെയ്യുക. പിന്നെ വേണ്ടത് ലീവ്സൊക്കെ ക്ലീൻ ചെയ്യുക. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ ചെടികൾ എന്നും ഹെൽത്തി ആയിട്ടിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.